ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കിഡിലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 5 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം പിടിച്ച് മുട്ട കഴുകി അതിലേക്ക് ഇടാം. സ്റ്റവ് എത്തിച്ച് മുട്ട അടുപ്പത്ത് വേഗം വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കല്ലിടാം. മുട്ടേൻ്റെ തൊലി വേഗം പൊളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കല്ലിടുന്നത്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയാലോ? അതിനു വേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും. സവാളയും പച്ചമുളകും കഴുകി അരിഞ്ഞു വെച്ചതാണിത്. സ്റ്റവ് എത്തിച്ച് ചട്ടി അടുപ്പത്തേക്കാം. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് വാടിക്കഴിഞ്ഞു. ഇത് ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. പുഴുങ്ങാൻ വെച്ച മുട്ട ഇനി തണുക്കാൻ വെക്കാം. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
മസാലയും ഒരു നുള്ളു ഉലുവ പൊടിയിട്ട് ഇളക്കി കൊടുക്കാം. ഗരം മസാല ഇവിടെ പൊടിച്ചതാണ്. പൊടിച്ച വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണണം. പൊടിയെല്ലാം നന്നായി മൂത്തു. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് തീ കൂട്ടി വയ്ക്കാം. മുട്ട പൊളിച്ച് കഴുകി വരഞ്ഞു വെച്ചതാണിത്. അരപ്പ് നന്നായി തിളച്ചു. ഇതിലേക്ക് വരഞ്ഞു വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കിഡിലൻ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പത്തിനും പുട്ടിനും ചോറിനും എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് അറിയിക്കണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.